യൂറോപ്പിന്റെ കിഴക്കിന്റെ മേലെയുള്ള കയ്യഴിഞ്ഞു തുടങ്ങി. ആ ജാള്യത മറയ്ക്കാനാണ് മധ്യസ്ഥ പുരാണം വിളമ്പി ട്രംപ് തേരാപ്പാര നടക്കുന്നത്. ഇന്ത്യ പാകിസ്ഥാൻ വിഷയത്തിൽ അമേരിക്കയെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്നതും പാകിസ്ഥാനെ കൈയൊഴിയാൻ അമേരിക്കയ്ക്ക് കഴിയില്ല എന്നതും ഇന്ത്യൻ നയതന്ത്ര ചാരുതയ്ക്ക് കഠിനമായ ദിവസങ്ങളാണ് വരുന്നത്. സിന്ധു നദീജല കരാർ മരവിപ്പിച്ചത് പാകിസ്ഥാന്റെ സിന്ധ് മേഖലയോ മരുഭൂമിയാക്കുകയും അവരുടെ രാഷ്ട്രീയം സൈനിക നേതൃത്വങ്ങളുടെ ഉറക്കം കെടുത്തുന്നുണ്ടോ എന്ന ഈ വിഷയത്തിൽ അമേരിക്കയും ചൈനയും പാകിസ്ഥാൻ കളത്തിലിറക്കി കളിക്കാൻ പരമാവധി ശ്രമിക്കും. പോരാത്തതിന് ഈ വിഷയം കശ്മീർ പ്രശ്നവുമായി ചേർത്ത് ഐക്യരാഷ്ട്രസഭയിലും എത്തും. ഇന്ത്യ ഈ വിഷയത്തെ വച്ച് പാകിസ്ഥാനുമായി വിലപേശുന്നത് ഇന്ത്യ ആവശ്യപ്പെട്ട തീവ്രവാദികളുടെ ലിസ്റ്റ് വെച്ചും പാക് അധിനിവേശ കശ്മീർ വച്ചും ആയതുകൊണ്ട് മൂന്നാമതൊരാളെ ഇതിലേക്ക് അടുപ്പിക്കുകയേയില്ല. ഇതിൽ വലിഞ്ഞു കയറാൻ അമേരിക്ക മാക്സിമം ശ്രമിക്കും. അതിനുവേണ്ടി അമേരിക്ക വ്യാപാര യുദ്ധം തന്നെ നടത്തിയേക്കാം. പക്ഷേ ഇവിടെ ചൈനയുടെ നിലപാട് നിർണായകമാകും. കാരണം സിന്ധു നദിയുടെ ആരംഭം ചൈനീസ് അധീനതയിലുള്ള ടിബറ്റിൽ നിന്നായതുകൊണ്ടും ബ്രഹ്മപുത്ര നദിയിൽ നിന്ന് വെള്ളമെടുക്കുന്നത് ഇന്ത്യ ചൈന കരാർ ഉണ്ടായതുകൊണ്ടും ചൈന ഈ വിഷയത്തിൽ ഇടപെടുന്നത് എങ്ങനെയാകും എന്ന് കാത്തിരുന്ന് കാണാം. ഇവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അമേരിക്കയുടെ സാന്നിധ്യം ചൈന ഇഷ്ടപ്പെടാത്തതുകൊണ്ടും പാക് അമേരിക്ക ബന്ധത്തിന് ഒപ്പം തുള്ളില്ല എന്നതുകൊണ്ടും ചൈന തന്ത്രപരമായി ഇന്ത്യയും അമേരിക്കയും തമ്മിൽ അകറ്റാൻ പറ്റുന്ന പോയിന്റിലാവും നിലപാടെടുക്കുന്നത്. മൈ ഫ്രണ്ട് ട്രംപ് മോദിക്ക് പണിയാവുന്ന എല്ലാ ലക്ഷണങ്ങളും കാണുന്നുണ്ട്. ഇതേസമയം അടികൊണ്ട് പുറംപൊളിഞ്ഞ പാകിസ്ഥാന് ഒന്ന് ഉയർത്തെഴുന്നേൽക്കണമെങ്കിൽ അമേരിക്കയുടെയും ചൈനയുടെയും വലിയ സഹകരണം ആവശ്യമാണ്. മൂന്ന് പേരുടെയും ഇന്ത്യക്കെതിരെ തിരിഞ്ഞാൽ മോദി ഒറ്റയാനാവും. അമേരിക്ക ഡീപ് സ്റ്റേറ്റും ചൈനീസ് ഡീപ് സ്റ്റേറ്റും ഇന്ത്യക്കെതിരെ തിരിഞ്ഞു എന്നതിന്റെ ഉറപ്പാണ് ഡൊണാൾഡിന്റെ റഫേലിന്റെ ഓഹരി ഇടുകയും പണി വാങ്ങിയ ചൈനീസ് അമേരിക്ക ആയുധ വിപണിയിൽ ഉണർവുണ്ടാക്കിയതും കൃത്യമായ പ്രൊപ്പഗൻഡയാണ്. അത് മനസ്സിലാക്കിയാണ് BBC പോലുള്ള മാധ്യമങ്ങളെ വിരട്ടിയതും. ഈ കളിയിൽ ഇതുവരെ നേരിട്ടിറങ്ങാതെ നിൽക്കുന്ന ചാമ്പ്യനാണ് റഷ്യ. എല്ലാം കണ്ടും കേട്ടും നിൽക്കുന്ന റഷ്യ ഒരു കോർട്ട് ഒരുക്കിയിട്ടുണ്ട്.